ഹലോ, അസ്സലാമു അലൈക്കും ചങ്കളെ. ഞാൻ എന്നുള്ളത് നമ്മളെ മോങ്ങത്തങ്ങാടിയിൽ ലാംലൂമിൻ്റെ മുന്നിലാട്ടോ. ഇവിടെ നിന്നൊരു ഓഫർ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ വന്നു നോക്കിയതാ. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് അവിടെ ഒരു ആൾക്കൂട്ടം. അതിൻ്റെ മുന്നിൽ തന്നെ ഒരു ആൾക്കൂട്ടം. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ നമുക്കേ അതൊന്ന് പോയി നോക്കാം, എന്താ സംഭവം എന്നറിയണമല്ലോ. എന്നാ വരി, നമുക്ക് അതൊന്ന് പോയി നോക്കാം. അപ്പം ചങ്കളെ, നമ്മളതിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടും കുത്തി ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് അങ്ങനെ കുത്തി വെക്കുക തന്നെ. ഇവിടെ ആവിക്ക് ഇങ്ങനെ വേവിച്ചിട്ട് ആയതിൻ്റെ മൂപ്പര് ഇങ്ങനെ നിറച്ചത് ഇവിടെ കുത്തുക, ആയത് അവിടെ നിന്ന് എടുക്കുക, തട്ടുക. അത് മാത്രമല്ല, ഇതിലങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ ചെമ്പിൽ വരട്ടെ നല്ല അടിപൊളി ബീഫും ഉണ്ട്. ഇത് രണ്ടും കൂടി ഇങ്ങനെ കൊടുക്കട്ടെ ഇവിടെ. അതിന് ആൾക്കാർ കണ്ടില്ല, നിങ്ങൾ പ്ലേറ്റ് മുടിച്ച് കാത്തിക്കുക. ഇത് കൊടുത്ത് കൊടുത്ത് ആൾക്കാർ ഇവിടെ എത്തണില്ല. സാധനം ആവേണ്ടത് ബീഫാണ്. അതിൻ്റെ കട കിടന്ന് ഇങ്ങനെ തിളച്ചിട്ട് മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് സംഭവം എന്താ അറിയണ്ട നമുക്ക്. ബീഫുണ്ട് തിളക്കണുണ്ടപ്പോൾ എന്താ അറിയില്ല, അറിയാതെ ഞാനും കൂടിയാണ് പ്ലേറ്റ് എടുത്താണ് കൈക്കാണ് പിടിച്ചു. അങ്ങനെ ഇത് ആവണത് ആൾക്കാർ ഇങ്ങനെ പ്ലേറ്റിക്ക് ഇങ്ങനെ വാങ്ങാം കേട്ടോ. പല ജാതി പുട്ടുണ്ട് ഇവിടെ. ചോക്ലേറ്റ് പുട്ട്, ബിരിയാണി പുട്ട്, അതേമാതിരി സാദാ പുട്ട്, എല്ലാ പുട്ട് ഐറ്റംസും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബീഫ് കൊടുക്കണത് എന്താ വെച്ചാൽ വെള്ളപ്പുട്ടിക്ക് മാത്രമാണ് ഇവിടെ ബീഫ് കൊടുക്കുന്നത്. മറ്റേ ചോക്ലേറ്റ് പുട്ടിക്ക് ബീഫ് കൊടുക്കുന്നില്ല. ഏതായാലും ബീഫ് കണ്ടിട്ട് നമുക്കൊരു നിക്കപ്പുറത്തില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും ഒന്ന് വാങ്ങി വെക്കാം, വാങ്ങി കഴിച്ചു നോക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചങ്കളെ പുട്ടണാവണില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്താ ടീ ചായ ആദ്യം കുടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചായ കിട്ടിട്ടോ. ചായ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല അടിപൊളി കട്ടന്. ഏതാ അറിയോ നിങ്ങൾ രണ്ടും കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല അടിപൊളി കട്ടന്. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചിട്ടോ. നമ്മളെ ചങ്ക് റാഫി ഉണ്ട്, അതേമാതിരി നമ്മൾ ഏക്കോബ് ഉണ്ട് കേട്ടോ. മൂന്നാളും ചായ ആദ്യം കുടിച്ചു കൊടുക്കണേ. ഏതായാലും വേണ്ടിയില്ല, കിട്ടിയ ആദ്യം കുടിക്കുക, ബാക്കിയുള്ള പിന്നെ പുട്ടാവട്ടെ. ഇപ്പോൾ ചങ്കൾ ആ പുട്ട് റെഡിയാണ്. അപ്പോൾ നമ്മൾ പ്ലേറ്റ് ഒന്ന് കാട്ടി നോക്കട്ടെ, കിട്ടിയാൽ കിട്ടി, ഏതായാലും വേണ്ടിയില്ല. അപ്പോൾ നമ്മൾ പ്ലേറ്റിക്കും മുപ്പൊരു പുട്ട് കേസ് ഇട്ടിക്കണ്. അപ്പോൾ നമ്മൾ ബീഫാണ് വാങ്ങുക. എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എടുത്ത് അങ്ങനെ നമ്മളെ കയ്യൊക്കെ പുട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് ബീഫ് വാങ്ങാം. അങ്ങനെ ബീഫ് ഇട്ടു. ഏതായാലും നമ്മൾ കഴിച്ചിട്ട് നോക്കാം. അപ്പോൾ സംഭവം നമ്മൾ പുട്ടും കാര്യങ്ങളും ബീഫൊക്കെ അടിച്ചു. അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ അത് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളെ ഡോക്ടർ ബീൻ്റെ ഒരാളെന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പരോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഏത് ഐറ്റംസ് ഒക്കെ പുട്ട് അവിടെ കൊടുക്കണേ? നമ്മളിത് ഇവിടെ ഉള്ളത് സാധാരണ നോർമൽ സ്റ്റീം പുട്ടുപൊടി, ബിരിയാണി പുട്ട്, ചോക്ലേറ്റ്, ഇത്ര ഐറ്റംസാണ് ഇവിടെ നമ്മളെ സാമ്പിൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ബീഫ് ഫ്രൈ കൊടുക്കുന്നുണ്ട്. നമ്മളെ മസാല ഉപയോഗിച്ചുള്ള ബീഫ് ഫ്രൈ ആണ്. ഇപ്പോൾ ഞാൻ കഴിച്ചു. അതേമാതിരി ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഏതായാലും കഴിച്ചു, കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. അത്യാവശ്യം നമ്മളെ സുഹൃത്ത് ഇപ്പോൾ മറ്റേ ചോക്ലേറ്റ് പുട്ടാണ് കഴിച്ചത്.
അപ്പോൾ അത് കുഴപ്പമില്ലാന്നോ പറഞ്ഞത്. ഞാൻ പിന്നെ വെള്ളപ്പുട്ട് അയച്ചത്, ബീഫ് ഇട്ടാൻ വേണ്ടി വെള്ളപ്പുട്ട് അയച്ചത്. സന്തോഷമൊക്കെ ആയാലും നമ്മളെ ഡോക്ടർ ബി പറഞ്ഞ കമ്പനിയാണ്, നിങ്ങൾക്ക് അറിയുണ്ടാവും. കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ അൽമാസ് ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള ഒരു കമ്പനിയാണ്. 2.5 വർഷത്തോളമായിട്ട് മാർക്കറ്റിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മളെ മോങ്ങത്തുള്ള ആളുകൾക്ക് ലാംലൂമിലൂടെ നമ്മളെ പുട്ടുപൊടിനെ എത്തിച്ചു കൊടുത്തു, ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുപോലെ തന്നെ നമ്മളെ മീറ്റ് മസാല. ഏതായാലും തീർച്ചയായിട്ടും ഒന്ന് വാങ്ങി എന്തായാലും ഒന്ന് ട്രൈ ചെയ്യും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ചങ്കളെ ഈ കാണുന്നതാണ് ആ പുട്ടുപൊടികൾ. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ എല്ലാവരും വാങ്ങുക, ട്രൈ ചെയ്യുക. സംഗതി അടിപൊളി ടേസ്റ്റ് സാധനം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.